ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. മൂവാറ്റുപുഴയിൽ നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരെ കൗൺസിലർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിലുള്ള സംഘം വീടുകളിലെത്തി സന്ദർശിച്ചു. നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള 8 പേരെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച നായ ആക്രമിച്ചത്. നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി എൽദോസും കൗൺസിലർമാരും സന്ദർശിച്ചു. കീച്ചേരിപ്പടി, കിഴക്കേക്കര തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള 9ഓളം പേരെയാണ് സംഘം സന്ദർശനം നടത്തി സുഖവിവരങ്ങൾ തിരക്കിയത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൽ സലാം, മറ്റ് ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ അടക്കമുള്ളവരാണ് പരിക്കേറ്റവരെ സന്ദർശിക്കാനായി എത്തിയത്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി സൂപ്രണ്ട് അനിത ബാബുവും സംഘത്തോടൊപ്പം സന്ദർശനം നടത്തി. പരിക്കേറ്റ എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ സലാം പറഞ്ഞു. നായയുടെ ആക്രമണത്തിൽ ഏകദേശം 7ഓളം കുട്ടികൾക്കും മുതിർന്നവർക്കും കടിയേറ്റ് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചികിത്സ നേടിയുണ്ടായല്ലോ. അതുമായി ബന്ധപ്പെട്ട് ആ കുട്ടികളെ നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ്റെ നിർദ്ദേശപ്രകാരം കൗൺസിലർമാരുടെ സംഘം ഹോസ്പിറ്റൽ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരുടെയും വീടുകളിൽ നിന്ന് സന്ദർശിച്ച് അവരുടെ ക്ഷേമങ്ങളും വിശേഷങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുന്ന ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ആർക്കും പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളുമില്ല. നല്ല കൃത്യമായ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർ വാക്സിനുകൾ എടുത്തുവരികയാണെന്നും 2 ഡോസ് വാക്സിനുകൾ എടുത്തുവെന്നും ചില ആളുകൾക്ക് നേരിയ ഭയമുണ്ടെന്നും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ പട്ടിയുടെ ആക്രമണത്തിൽ 3-4 കുടുംബങ്ങളിലെ ഞങ്ങൾ ഇപ്പോൾ സന്ദർശിച്ചു. കുട്ടികളെ കണ്ടു. കുറച്ച് പേർക്കൊക്കെ കുറച്ച് പേടിയും എത്രയായാലും സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഡോക്ടറുടെ നേതൃത്വത്തിൽ വന്ന് എല്ലാവരെയും കണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. കുഴപ്പമില്ല. എല്ലാവരും 2 വാക്സിൻ വീതം എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വാക്സിനും കൂടെ കറക്റ്റായിട്ട് തന്നെ എടുക്കണമെന്നുള്ള നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. നഗരസഭാ കൗൺസിലർമാരായ ജോളി മണ്ണൂർ, അമൽ ബാബു, അസം ബീഗം, ബിന്ദു ജയൻ, KK സുബൈർ, R രാകേഷ്, PV രാധാകൃഷ്ണൻ, ആശ അനിൽ, ബിന്ദു സുരേഷ്, നിജില ഷാജി, മീര കൃഷ്ണൻ, നിസ അഷ്റഫ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.